Camera rolling. Action. കുട്ടി കരയാണ്ട് പോകട്ടെ. മതി. ചേട്ടൻ പോവായിരുന്നു പറയുന്നു. മോൻ പറ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ വീഡിയോസ് പൊതുവെ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതലും കുക്കിംഗ് വീഡിയോയും ട്രാവലിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ ആകാമല്ലോ എന്ന്. മീൻസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊന്നുമില്ല, എന്നാലും ഞാൻ എങ്ങനെ ജർമ്മനിയിലെത്തി, എന്ത് പഠിച്ചിട്ടാണ്, ഡിഗ്രി കഴിഞ്ഞിട്ട് ജർമ്മനിയിലേക്ക് വരാൻ പറ്റുമോ, നേഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ. അപ്പം ഞാൻ തന്നെ നാട്ടിലെ ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു. അപ്പം സയൻസുമായി ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ വന്നിട്ട് എടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ജർമ്മൻ നാട്ടിൽ എത്ര വർഷമാണ് പഠിച്ചത്, എത്ര നാളെടുത്തു ഇങ്ങോട്ട് വരാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക്. അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ജേണി പറയാം. വലിയ ജേണി ആയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ +2 ഏതായിരുന്നു, കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ ചിലർക്ക് ചോദിക്കും നമുക്ക് സയൻസ് എടുത്താൽ മാത്രമാണോ നേഴ്സിംഗ് ഫീൽഡിലേക്ക് പോകാൻ പറ്റൂ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ കൊമേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി BA എക്കണോമിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അബ്രോഡ് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ജർമ്മനിയൊന്നും ഒരിക്കലും ഇല്ല. പിന്നെ നേഴ്സിംഗ് അത്രയും കൂടി ഇല്ല. ഞാൻ BEd പഠിക്കണമെന്ന് പിന്നെ വിചാരിച്ചു. ആ ടൈമായിരുന്നു കൊറോണ വന്നത്. അപ്പം നാട്ടിൽ എങ്ങനെയെങ്കിലും BEd ഒക്കെ പഠിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ നേഴ്സിംഗ് ഇങ്ങനെ 3 വർഷമാണുള്ളത്. അധികം മീൻസ് നമ്മൾ അങ്ങോട്ട് പൈസ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അധികം അങ്ങനെ അടയ്ക്കേണ്ട, അങ്ങനെയൊക്കെ നോക്കിയപ്പം ഒരു ഓപ്ഷനായിട്ട് തോന്നിയത് ജർമ്മനിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ജർമ്മനി എടുത്തത്. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് അങ്കമാലിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ ചെന്നതിൻ്റെ മുമ്പ് ഒരു ബാച്ച് സ്റ്റാൻഡ് ഉണ്ടായിരുന്നുള്ളത്. പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ അപ്പോൾ അവിടെയാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ കയറിയത് ഞാൻ 2020 നവംബറിലാണ് സ്റ്റാർട്ടിങ് എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പം എൻ്റെ കൂടെ കൂടുതലും +2 കഴിഞ്ഞിട്ടുള്ള ആ ടൈം +2 കഴിഞ്ഞിട്ടുള്ള പിള്ളേരായിരുന്നു. പിന്നെ ഒരു ഡിഗ്രി ഹാഫ് ആക്കിയിട്ടൊരു കൊച്ചുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വേറെ എൻജിനീയറിങ് പഠിച്ചിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഒരു നേഴ്സായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ. അപ്പം ഞങ്ങൾ 2020 നവംബറിലാണ് എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. A1 A2 വലിയ കുഴപ്പമില്ല. ഞാൻ A2ൻ്റെ എക്സാം എഴുതിയായിരുന്നു. അത് ഹൈദരാബാദ് വെച്ചിട്ടാണ് എഴുതിയത്. കുഴപ്പമില്ലായിരുന്നു. A2 പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആ ടൈം ഞങ്ങളോട് പറഞ്ഞത് A2 വെച്ച് നമുക്ക് പോകാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ നടന്നില്ല. നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ B2 നിർബന്ധമായിരുന്നു. സോ ഞങ്ങൾ പിന്നെ B1ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ആ ടൈം സെക്കൻഡ് കൊറോണേൻ്റെ അത് വന്നു. അങ്ങനെ ഫുൾ ഓൺലൈനിലായിരുന്നു ക്ലാസ്. ഞങ്ങൾ സ്ഥലമൊന്ന് മാറ്റി. ഇപ്പം ഇവിടെ ഈവനിങ് ഒന്നുമല്ല, 7:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞങ്ങൾ ആ വഴി ഇങ്ങനെ നടക്കുന്നു. പാർക്കിലാണ് ഇപ്പം, അതുകൊണ്ട് ശബ്ദങ്ങളൊക്കെ കാണും. സോ അപ്പോൾ ഞാൻ പറഞ്ഞത് B2 അങ്ങനെ ഞാൻ B1 ഓൺലൈനായിരുന്നു പകുതിയോളം. അത് കഴിഞ്ഞ് പിന്നെ B2 വീണ്ടും ഓഫ്ലൈനായി. ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നമ്മൾ ഓഫ്ലൈൻ പഠിക്കുന്നതായിരിക്കും നല്ലത് ഈ ലാംഗ്വേജൊക്കെ പഠിക്കുമ്പോൾ. സോ ഞാൻ ഗോയിറ്റയാണ് എക്സാം എഴുതിയത്. ഫസ്റ്റ് ട്രിവാൻഡ്രത്ത് എഴുതി. ഒരെണ്ണം എനിക്ക് കിട്ടിയുള്ളൂ. എനിക്ക് സ്പീക്കിംഗ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കൊൽക്കത്ത എടുത്തു. ഒന്നും കിട്ടിയില്ല, എൻ്റെ കാശ് വെറുതെ പോയി. പിന്നെ വീണ്ടും ട്രിവാൻഡ്രത്ത് എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ECL എന്ന് പറഞ്ഞൊരു സംഭവം എഴുതിയായിരുന്നു. അതും പാളിപ്പോയായിരുന്നു. പിന്നെ ലാസ്റ്റ് വീണ്ടും ഒരു ട്രിവാൻഡ്രം എടുത്തപ്പോഴാണ് എനിക്ക് മൊഡ്യൂളെല്ലാം കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല ഞാൻ കൊടുത്തത്. അവിടെ നിന്ന് ഞങ്ങളുടെ സീനിയേഴ്സിനെ ആണെങ്കിലും കൊണ്ടുപോയൊന്നുമില്ലായിരുന്നു. അപ്പം ഭയങ്കര ഇങ്ങനെ നമ്മൾ തന്നെ എല്ലാ പേപ്പർ വർക്കും ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ ഒരു ഇഷ്യൂ ആയപ്പം ഞങ്ങൾ വേറൊരു ചേട്ടൻ്റെ ആളിവിടെ ജർമ്മനി മലയാളിയാണ്, ഇവിടെ ഏജൻസി ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ പുള്ളീൻ്റെ അടുത്താണ് കൊടുത്തത്. സോ അങ്ങനെ ഇപ്പം ജർമ്മനിയിലേക്ക് വന്നത്. നേരെ ഞാൻ എങ്ങനെ ജർമ്മൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഒരു 2020 പഠിക്കാൻ തുടങ്ങിയിട്ട് 2022 എല്ലാ മൊഡ്യൂളും പാസ്സൊക്കെ ആയി സെറ്റായത്. കുറേ ടൈം എടുക്കും, കാരണം അതിൻ്റെ ഒരു ടൈം ആ 2021 പിന്നെ ആ കൊറോണ രണ്ടാമത് വന്നു. അപ്പോൾ അതിൻ്റെ കുറേ ലാഗിങ് ഒക്കെ വന്നായിരുന്നു. പിന്നെ പാസ്സാകുന്നതും പഠിക്കുന്നതൊക്കെ നമ്മൾ ഈ പറയുന്നത് അത്ര സിമ്പിളൊന്നും അല്ല. നന്നായിട്ട് പഠിക്കണം. മീൻസ് അവിടെ നിന്ന് പഠിച്ചാലേ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് മീൻസ് അവിടെ നിന്ന് കുറച്ച് എങ്ങനെയെങ്കിലും പാസ്സായിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ പറയാൻ വഴിയേ. അപ്പോൾ ഞാൻ 2022 ഏപ്രിലായപ്പോഴാണ് ഫുള്ള് പാസ്സായത്. അതുതന്നെ ഞാൻ ഏജൻസീൻ്റെ അടുത്ത് കൊടുത്തെങ്കിലും അത് പിന്നെ കുറച്ച് വൈകി. മീൻസ് നമുക്ക് ഇൻ്റർവ്യൂ നടത്തും, ഏത് ഹോസ്പിറ്റലാണെന്നുള്ളതൊക്കെ വെച്ച് ഇൻ്റർവ്യൂ നടത്തും. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഏപ്രിൽ പാസ്സായിട്ട് എനിക്ക് ഒരു
ജൂൺ ആ ജൂണിലൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. പക്ഷെ കൊണ്ടുപോകാൻ പറ്റുന്നത് പിന്നത്തെ വർഷം ഏപ്രിലേക്കാണ്. അപ്പോൾ ഏജൻറ്റ് പറഞ്ഞു നമുക്ക് അതിൻ്റെ മുമ്പിലേക്ക് നോക്കാം, ഇത്രയും ടൈം എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി ഇരുന്നു. പക്ഷേ സംഭവം ഇൻ്റർവ്യൂ സെറ്റാകുന്ന മുഴുവൻ ഏപ്രിലേക്കായിരുന്നു. പിന്നെ ഓരോ വിധി എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഏപ്രിൽ 2023 ഏപ്രിലാണ് ഇങ്ങോട്ട് ജർമ്മനിയിലേക്ക് വരുന്നത്. സോ പഠിക്കാൻ കുറച്ച് 2 വർഷത്തോളം എടുത്തു നാട്ടിൽ ഇങ്ങോട്ടൊന്ന് വരാൻ. പിന്നെ ആ ടൈമിൽ തന്നെ കുറേ പേരൊക്കെ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു എന്താ പരിപാടി, ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതൊക്കെ. അപ്പം അങ്ങനത്തെ പ്രശ്നമൊക്കെ ഈ ജർമ്മൻ പഠിക്കുന്നവർക്കുണ്ടാകും. അതൊന്നും ഒരു ഇതായിട്ട് കരുതണ്ട. മീൻസ് പഠിച്ചിട്ടുണ്ട് ഏതായാലും എത്താൻ പറ്റുക, പിന്നെ ഒരു ലക്ക്. അപ്പോൾ ഇത് 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് ആണ്. ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലെ നേഴ്സിംഗ് പോയി കോളേജിൽ പഠിക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്ന പോലെ ഒന്നുമല്ല, ഇത് ഒരു ഷൂളയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ +2 കഴിഞ്ഞ മീൻസ് നമുക്ക് +2 കഴിഞ്ഞ് ഡിഗ്രി അങ്ങനെ ഇവിടെ ഒരു മെയിൻ കാര്യമാണ് പ്രായം ഇവിടെ ഒരു പ്രശ്നമല്ല കേട്ടോ. കാരണം എൻ്റെ കൂടത്തിൽ പഠിക്കുന്നവർ തന്നെ 40 വയസ്സുള്ളൊരു 2 പേരുണ്ട്, പിന്നെ കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും എല്ലാം ഉണ്ട്. അപ്പം ഏജ് ഇവിടെ ഒരു പ്രശ്നമല്ല. സോ അപ്പം ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3 നേഴ്സിംഗ് ഫീൽഡാണുള്ളത്. ഒന്ന് കിൻഡർ, അതായത് പിള്ളേരുടെ, പിന്നെ ആൾട്ടൻ ഹൈം, അതായത് ഓൾഡ് ഏജ് ഹോം, പിന്നെ ക്രാങ്ങൻ ഹൗസ്, ഹോസ്പിറ്റൽ. അപ്പോൾ എൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്. ഇവിടെ കൂടുതലും വരുന്നവരൊക്കെ തന്നെ അങ്ങനെയാണ്, ഹോസ്പിറ്റലാണ് മെയിൻ. പക്ഷെ നമ്മൾ ഈ ആൾട്ടൻ ഹൈമിലും പിന്നെ ഒരു ആംബുലൻസ് ക്ലിനിക് എന്ന് പറയുന്നുണ്ട്, അതായത് വീടുകളിൽ കൂടെ പോയി ഉള്ള കെയറിങ്. അവിടെ നമ്മൾ 400 മണിക്കൂർ വെച്ച് ഈ 2 സ്ഥലത്തും ചെയ്യണം. പിന്നെ മെയിനായിട്ട് കൂടുതൽ സമയം നമ്മൾ ചെയ്യേണ്ടത് ക്രാങ്ങൻ ഹൗസിലാണ്. പിന്നെ എക്സാം എന്നൊക്കെ പറയുന്നത് എനിക്ക് 2.5 മാസം ഞങ്ങൾക്ക് ചിലത് പറയുന്നത് 3 മാസം വെച്ചാണ്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ 2.5 മാസം ഞങ്ങൾക്ക് തിയറി, അത് കഴിഞ്ഞിട്ട് 2.5 മാസം പ്രാക്ടിക്കൽ. ഈ ഓരോ തിയറീൻ്റെയും പ്രാക്ടിക്കലിൻ്റെയും ബ്ലോക്ക് വെച്ചാണ് ഞങ്ങൾക്ക്. അപ്പം ഫസ്റ്റ് ബ്ലോക്കിൽ തിയറി ആയിരിക്കും. ആ തിയറീൻ്റെ എൻഡ് ആകുമ്പോൾ നമുക്കൊരു ഷിർഫ്ലിഹെ പ്രൂഫും ഉണ്ടാകും, അതായത് എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും. പിന്നെന്ന് പറയുന്നത് പ്രാക്ടിക്കലിന് അതുപോലെ തന്നെ നമുക്ക് എക്സാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മീൻസ് നമ്മൾ ഈ ആദ്യത്തേന്ന് പറയുന്നത് ഒരു 6 മന്ത് പ്രൊബേസൈറ്റ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അത് പാസ്സാവുകയാണ് വേണ്ടത്. ഇവിടെ വന്നിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് പാസ്സാകണം. അത് പാസ്സായില്ലെങ്കിൽ നമ്മുടെ ഷൂളേന്ന് മീൻസ് അവർ പറയും നമുക്ക് ലാംഗ്വേജ് ഇല്ലെന്ന് പറയും, ചിലപ്പം അങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയും. ഞങ്ങളുടെ കോളേജിൽ തന്നെ സ്കൂളിൽ തന്നെ ഞങ്ങൾ പഠിക്കാൻ സമയത്ത് 28 പേരാണ്ട് ഉണ്ടായിരുന്നു. അതിലൊരു 8 പേരാണ്ട് പോയി. എല്ലാവരും പറഞ്ഞു വിട്ടതല്ല, ചിലർക്ക് ഈ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പം ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ചിലർ പോയിട്ടുണ്ട്. സൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊരു 6 മാസത്തെയാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലും തിയറിയും അതിന് പാസ്സാകണം, എന്നാലാണ് ആ പ്രൊവൈസൈറ്റ് എന്ന് പറയുന്ന ആ സംഭവം പാസ്സായിട്ട് നമുക്ക് പിന്നെയും വൈറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പം നമ്മൾ ഫുള്ള് ആക്റ്റീവായിട്ട് നിൽക്കണം. മീൻസ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അയ്യോ ലാംഗ്വേജ് എനിക്ക് അറിയത്തില്ല, ഇല്ല ഞാനിത് ചെയ്യത്തില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് നിൽക്കരുത്. മീൻസ് നമ്മൾ ഫുള്ള് ആക്റ്റീവായിട്ട് നിൽക്കണം. നമ്മൾ ഈ ആക്റ്റീവ് കണ്ടിട്ട് വേണം മീൻസ് എല്ലാം നമ്മളെ കൊണ്ട് പറ്റും, മീൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി കൊച്ചിന് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ മീൻസ് നമ്മളെ ഇവിടെ നിർത്തും. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു സംഭവം. നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പിന്നെയും നമുക്കൊരു ഇത് തരും. പിന്നെ ഞാൻ പറയുന്നത് ഇനി ഷിഫ്റ്റിനെ കുറിച്ചാണ്. ഇപ്പം നേഴ്സിങ്ങിൽ എല്ലാവർക്കും അറിയാം നാട്ടിലെ പോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി, മോർണിംഗ്, ഈവനിങ്, അതുപോലെ തന്നെ അത് ഇവിടെ ഉണ്ട്. അപ്പം ഞാനിപ്പം മോർണിംഗും ചെയ്തു, ഞാൻ ഈ 3 ഷിഫ്റ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇയറിന് നമുക്ക് ഏതായാലും മോർണിംഗും ഈവനിങ്ങേ തരത്തുള്ളൂ. മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 6 മണിക്ക് 5:45 ആകുമ്പോൾ നമ്മൾ എത്തണം. ഒരു 6 തൊട്ട് 1:30 വരെയാണ്, 8 മണിക്കൂറാണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈവനിങ് ആകുമ്പം 1 o'clock തൊട്ട് 8:30 വരെയാണ്. നൈറ്റ് ആകുമ്പം 8:30 to 8 മണിക്കാണെന്ന് തോന്നുന്നു. 8 o'clock തൊട്ട് പിറ്റേ ദിവസം രാവിലത്തെ 6 മണി വരെയാണ് വേണ്ടത്. അപ്പം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നേഴ്സ് എങ്ങനെയാണോ ചെയ്യുന്നത് അത് തന്നെ നമ്മളും ചെയ്യണം. അപ്പോൾ ആദ്യമൊക്കെ നമ്മളെ ഓരോ നേഴ്സുമാർ വന്ന് ഇങ്ങനെ കാണിച്ചൊക്കെ തരും, സപ്പോർട്ട് ചെയ്ത് തരും. ചിലർ എല്ലാവരും നല്ലവരാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. ചിലർ നമ്മളെ കാണുമ്പം ഇങ്ങനെ വന്നതാണോ, ലാംഗ്വേജ് ഒട്ടും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ടാവും. പിന്നെ ചിലർ നമ്മളെ ഫുള്ള് സപ്പോർട്ടീവ് ആയിരിക്കും. നമുക്ക് മീൻസ് ഇത് ചെയ്തു തരുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ച് തരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും മീൻസ് ഒരാൾ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയൊന്നും വേണ്ട. മീൻസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് നൈറ്റാണ് കൂടുതലും. കാരണം നൈറ്റിൽ വലിയ പണിയൊന്നുമില്ല, അതാണ് മെയിൻ. മീൻസ് നമുക്ക് 8 മണിയാകുമ്പോൾ ചെന്നിട്ടുണ്ട്, ഒരു 10-11 മണി വരെയൊക്കെ മീൻസ് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഒരു കുറച്ചൊക്കെ
എന്തെങ്കിലും മെസ്സേജ് ചെയ്യാനോ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ രോഗികൾ ഉറങ്ങിക്കോളും, അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മീൻസ് എനിക്ക് പേഴ്സണലി നൈറ്റാണ് ഇഷ്ടപ്പെട്ടത്. മോർണിംഗിലാണ് ഏറ്റവും കൂടുതൽ പണി കിടക്കുന്നത്. മീൻസ് രാവിലെ തന്നെ നമ്മൾ കുളിപ്പിക്കുന്നത്, ഒ പി കൊണ്ടുപോകുന്നത്, ഒ പിയിൽ നിന്ന് കൊണ്ടുവരുന്നത്, മീൻസ് ലാബിൽ കൊണ്ടുപോകണം, അങ്ങനെ ഫുൾ പണിയുള്ളത് മോർണിംഗ് ആണ്. ഈവനിങ് മീൻസ് അത്ര പണിയില്ല. നമ്മളിവിടെ ചെയ്യുമ്പം ആദ്യം കാഫി ഫെർട്ടൈലും ചെയ്ത് മീൻസ് ചായയൊക്കെ കൊടുക്കണം, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകണം, അങ്ങനത്തെയൊക്കെ ആയിരിക്കും ആദ്യം. പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ കേട്ടോ നൈറ്റ് കിട്ടുന്നത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഹൗസ് ബിൽഡിങ് ആൾട്ടൻഹൈമിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത ഐൻസാറ്റ്സ് ആൾട്ടൻഹൈമാണ്, അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഞാൻ ക്രാങ്ക് ഹൗസിൽ ചെയ്തിട്ടുണ്ട്, അതായത് ഹോസ്പിറ്റലിൽ, പിന്നെ ആൾട്ടൻഹൈം അതായത് വീടുകളിൽ കൂടെ പോയിട്ടുള്ള കെയർ, അതിൽ ആംബുലൻസ് ഫ്ലീക്ക് അപ്പോൾ ആംബുലൻസ് ഫ്ലീക്ക്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഹോസ്പിറ്റലിനേക്കാളും ആംബുലൻസ് ഫ്ലീക്കാണ്. ബിക്കോസ് പ്രത്യേകിച്ച് നമുക്ക് ഈ ഹോസ്പിറ്റലിലാണ് കൃത്യസമയമുണ്ട്. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ നമ്മൾ ഇന്ന സമയത്ത് എത്തണം, ഇന്ന സമയത്ത് പോകണം. എൻ്റെ ഫ്രണ്ട്സ് അവിടെയുണ്ട്, ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ കിടന്ന് സാറ്റ് കളിക്കുന്നുണ്ട്. സോ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ആംബുലൻസ് ഫ്ലീക്കിൻ്റെ കാര്യം പറയാം. ആംബുലൻസ് ഫ്ലീക്ക് ഓക്കെ, വീടുകളിൽ കൂടെയുള്ള കെയർ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അതാണ് ഇഷ്ടം. ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ കൃത്യസമയത്ത് ചെല്ലണം. ഇതെന്ന് പറഞ്ഞിട്ട് കൃത്യസമയത്ത് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് മീൻസ് 5:45 എത്തണം, 8 രാവിലത്തേത് 1:30 വരെ ഉണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. ഇത് അങ്ങനെയില്ല. നമുക്ക് തലേദിവസം ഒരു നേഴ്സിൻ്റെ അടുത്ത് ആണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ആ പുള്ളിക്കാരി നമ്മളോട് പറയും ഇന്ന് 6:30 വന്നാൽ മതി, ഇല്ല 7 മണിക്ക് വന്നാൽ മതി, ഇല്ലെങ്കിൽ 7:30 വന്നാൽ മതി, അങ്ങനെ ഒരു ടൈം പീരീഡ് പറയും. നമ്മൾ അപ്പോൾ എത്തിയാൽ മതി. അവർ കാറിൽ നമ്മളെ ഓരോ വീട്ടിൽ കൊണ്ടുപോകും. അവിടെ മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും കുളിപ്പിക്കലാണ്, പിന്നെ ബ്ലഡ് പ്രഷർ അത് മെസ്സേജ് ചെയ്യൽ, പിന്നെ അധികം ബ്ലഡ് ഷുഗർ മെസ്സേജ് ചെയ്യൽ, അതായത് ബ്ലഡ് ഷുഗർ അതെടുക്കൽ, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. പിന്നെ മുറിവുള്ളവരുടെ അത് കെട്ടൽ, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെയാണ്. പിന്നെ നമുക്ക് ഈവനിങ്ങിലാണെങ്കിൽ സൂപ്പറാണ്. ചുമ്മാ ഈ സ്ട്രുംപേ എന്ന് പറയുന്നൊരു ഇതുണ്ട്, അത് കേട്ടേണ്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ നമ്മൾ രാവിലെ ചിലപ്പോൾ കുളിപ്പിച്ചിട്ട് പോയവരുടെയൊക്കെ ഡ്രസ്സ് മാറ്റി അവരെ മീൻസ് കട്ടിലേക്ക് ആക്കൽ, അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉള്ളൂ. അപ്പോൾ ആംബുലൻസ് പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ഇത്ര സമയമില്ല. ഇപ്പം 7 മണിക്ക് എനിക്ക് തുടങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ 11 മണിയാകുമ്പം കഴിയും. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോരാം. ഹോസ്പിറ്റലിലെ പോലെ ഇപ്പം നമുക്ക് രാവിലത്തെ കുളിപ്പിക്കൽ കഴിഞ്ഞ് വീട്ടിലേക്ക് പോരാനൊന്നും പറ്റത്തില്ല. ഇത് ഹോസ്പിറ്റലിൽ അങ്ങനെ പറ്റത്തില്ല, ഇവിടെ അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമെന്ന് പറഞ്ഞത്. ഈ ആൾട്ടൻഹൈമിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുവിടുക. എൻ്റെ കൂടെയുള്ളൊരു കൊച്ച് പോയിട്ടുണ്ട്, കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇരിക്കാൻ സമയം കിട്ടത്തില്ല, ഫുള്ള് പണിയാണ്, അറിയില്ല, നോക്കാം. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ സ്റ്റൈഫൻഡിൻ്റെ കാര്യം പറയാം. അപ്പം നാട്ടിൽ ഈ 1 ലക്ഷം രൂപ ഒക്കെയാണ് പഠിക്കുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാണ് നമ്മൾ വരുന്നത്. ആക്ച്വലി 1 ലക്ഷം രൂപ, അതായത് 1000 രൂപ നമുക്ക് കയ്യിൽ കിട്ടത്തില്ല. 1100 സംതിങ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പൈസ കിട്ടുന്നത്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ 1200, പിന്നെ തേർഡ് ഇയർ ആകുമ്പോൾ 1300 ആകും തോന്നുന്നു. ആയില്ല, 1200 സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേനും വരുന്നത്. അപ്പം 1100 കിട്ടുന്നതിൽ നമുക്ക് കയ്യിൽ കിട്ടുന്നത് ഒരു 900 ആണ് കിട്ടുന്നത്. ആ 900 നിന്നാണ് നമ്മുടെ വീടിൻ്റെ റെൻറ്റ് പോകും. എനിക്ക് റെൻ്റ് എന്ന് പറയുന്നത് 350 ആണ്, അതങ്ങനെ പോകും. പിന്നെ റേഡിയോ ടാക്സ് എന്തിനാണെന്നറിയത്തില്ല, അതൊക്കെ പോകും. റേഡിയോ ടാക്സ്, പിന്നെ ഇൻഷുറൻസിൻ്റെ പോകും, പിന്നെ ചർച്ച് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് ഉണ്ട്, അത് പോകും. പിന്നെ ആവശ്യമില്ലാതെയും ഉള്ളതൊക്കെ ആയിട്ട് കുറേ ടാക്സുകളുണ്ട്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടൊരു പിന്നെ നമ്മൾ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ മേടിക്കണം. പിന്നെ ഇവിടെ ഞാനൊക്കെ 49 യൂറോൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ അതായിട്ട് പോകും. അങ്ങനെ കുറച്ച് പൈസ ചിലവൊക്കെ വരും. പിന്നെ നമുക്ക് സേവിങ് എന്ന് പറഞ്ഞൊരു 400 യൂറോ ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മളിവിടെ താമസിക്കുമ്പം നമുക്കിതൊക്കെ കുറേ പൈസ തന്നെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ സ്റ്റൈഫൻ്റെ കാര്യം. ഇനിയിപ്പം നമ്മൾ ഈ ഇവിടെ ജർമ്മനിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പം ഇത്രയൊക്കെയാണ്. ഇപ്പം കുറേ വീഡിയോ ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഞാനും ഒരു യൂട്യൂബുള്ള സ്ഥിതിക്ക് ചുമ്മാ പറയണല്ലോ, അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഓക്കെ. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ സമയത്രയും 8:00 സമയം. ഇനിയിപ്പം ഓക്കെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ബൈ.